സൗദിയിൽ നിന്ന് കൂടുതൽ പേർ കേരളത്തിലേക്ക് തിരിച്ചെത്തി തുടങ്ങി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയവരുടെ പ്രതികരണങ്ങളിലേക്ക്. സൗദി അറേബ്യയല്ലേ ഫ്രീ വിസ എന്ന് പറഞ്ഞൊരു വിസ ഇല്ല. അതാണ് ഫ്രീ വിസ നിയമവിരുദ്ധമാണ്. പക്ഷേ നമ്മുടെ വിദേശികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പോൺസറെ വെറുതെ ബിനാമിയായിട്ട് വെച്ചുകൊണ്ട് ഇവർ വെളിയിൽ പോയി ജോലി ചെയ്യുക. അവർക്ക് മാസാമാസം 300 റിയാൽ 400 റിയാൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു. പാനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷേ മീഡിയകൾ വളരെ പാനിക്കാക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അത്ര വലിയ സിറ്റുവേഷൻ അവിടെ ആയിട്ടില്ല ഇതുവരെ. അവർക്ക് അവർ നിയമപരമായിട്ട് ഇങ്ങനെയുള്ളവർക്ക് മറ്റ് കമ്പനികളിലേക്ക് മാറാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാം എല്ലാവർക്കും. നിയമപരമായിട്ട് നിൽക്കുന്നവർക്കെല്ലാം ഉപയോഗിക്കാം. അല്ലാതെ നിൽക്കുന്നവർക്കെല്ലാം പ്രശ്നം തന്നെ. ഒരാഴ്ചയുടെ എല്ലാ റൂമിലാണ്. പണിയൊന്നും പോകാൻ പറ്റില്ല. പിന്നെ പിടിക്കുന്നവരൊക്കെ ജയിലിലിട്ടിട്ട് കയറ്റിവിടുന്നുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പോൾ എന്നെ വെച്ചിട്ട് ഞാൻ പോയിട്ട് 20 ദിവസമായുള്ളൂ. വെക്കേഷൻ പോയിട്ട് വന്ന് പിന്നെ എന്നെ കയറ്റിവിട്ടു. സൗദിയിൽ 1 വർഷത്തിന് മുമ്പേ തുടങ്ങിയതാണ്. അത് അന്ന് ഒരേ ഘട്ടങ്ങളാക്കി ഇതിനെ വെച്ചിരുന്നു. ഇപ്പോൾ അത് പ്രാബല്യത്തിലാക്കി. നേരത്തെ 10 പേരിൽ മുകളിൽ 10 പേര് തൊഴിലാളികളുണ്ടെങ്കിൽ ഒരു സൗദിയെ വെക്കണമെന്ന് നിർബന്ധമായിരുന്നു. ഇപ്പോൾ അത് 5 പേരാണെങ്കിൽ തന്നെയും ഒരു സൗദിയെ നിർബന്ധമായിട്ട് വെക്കണമെന്നുള്ളത്.